നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഉള്ളത്രയും ഇഷ്ടം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും കേരള ജനതയ്ക്കുണ്ട്. ഒരൊറ്റ കാരണം കൊണ്ടാണ് കേരള ജനത ചെന്നിത്തലയെ ഇഷ്ടപ്പെടുന്നത്: ഓപ്പറേഷൻ തൂഫാൻ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ യുവജനങ്ങളെ മുഴുവൻ, എന്തിനേറെ വിദ്യാർത്ഥികളെ പോലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കടിമയാക്കിയ അത്ര വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പിണറായിയുടെ നേതൃത്വത്തിൽ CPM ഇവിടെ നടത്തിയത്. അതിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം അത്ര നിസ്സാരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ അമ്മമാരും രമേശ് ചെന്നിത്തലയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ്. ആ ചെന്നിത്തലയെ തിരുത്താനുള്ള വിവേകവും അറിവുമൊന്നും ഈ സാധാരണക്കാരനായ എനിക്കില്ല. എങ്കിലും ഏറെ നിരാശയോടെ, വേദനയോടെ, ദുഃഖത്തോടെ പറയട്ടെ, ആ കൊള്ള സങ്കേതത്തിലേക്ക് അങ്ങയുടെ കാലെടുത്ത് വയ്ക്കരുതായിരുന്നു. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു പോസ്റ്ററാണിത്. ചെന്നിത്തല കുടുംബ യൂണിറ്റ് തിരുവോണ ദിവസം രാവിലെ 10 മണിക്ക്. അരുൺകുമാർ ചെന്നിത്തലയുടെ വീട്ടിൽ ചെന്നതാണോ, ചെന്നിത്തലയും കുടുംബവും കൂടി റിപ്പോർട്ടറിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നതാണോ എന്ന് വ്യക്തമല്ല. ഏതായാലും റിപ്പോർട്ടർ ചാനലിലെ പ്രേക്ഷകർക്ക് മുമ്പിൽ രമേശ് ചെന്നിത്തല കുടുംബസമേതം തിരുവോണ ദിനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് ഖേദകരമാണ്. ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരും ഒരു കാരണവശാലും സഹകരിക്കരുതാത്ത ഒരു മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസിനെതിരാണ് എന്നതുകൊണ്ടല്ല. റിപ്പോർട്ടർ ചാനൽ മനുഷ്യനീതിക്കും സാമാന്യ മര്യാദയ്ക്കും ഒക്കെ എതിരാണ്. റിപ്പോർട്ടറിൻ്റെ ലക്ഷ്യം അവരുടെ മുതലാളിമാർക്ക് കൊള്ള നടത്തണം, തട്ടിപ്പ് നടത്തണം, അങ്ങനെ കീശ വെറുപ്പിക്കണം. അതിനുവേണ്ടി ഏത് നിരപരാധിയെയും അവർ തൂക്കിലേറ്റും. അതുകൊണ്ട് തന്നെ അത്രയും മനുഷ്യത്വരഹിതമായ, അത്രയും ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ മാധ്യമ സ്ഥാപനമായി പോലും അംഗീകരിക്കാൻ പാടില്ല. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആ ചാനലിനോട് സഹകരിച്ചാൽ അവർ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്ക് കുടപിടിക്കുന്നതിന് തുല്യമായി മാറും അത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസിനെയും UDFനെയും തറപറ്റിക്കാൻ എത്രമാത്രം വ്യാജ വാർത്തകൾ കൊടുത്തെന്ന് നമുക്കറിയാം. ഒരു കാരണവശാലും UDFനെ തടി തപ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നുണക്കഥകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. UDF എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് SDP പിന്തുണ കൊണ്ടാണ് എന്ന് വ്യാജ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും ഈ അരുൺകുമാർ അയാളുടെ സമയം നീക്കിവെച്ചത് എങ്ങനെ LDF ജയിക്കും, UDF തോൽക്കും എന്ന് വിശദീകരിക്കാനാണ്. അത് നമുക്കങ്ങ് ക്ഷമിക്കാം, രാഷ്ട്രീയമാണ്. ഇപ്പോഴിതാ UDF അധികാരത്തിൽ വന്നതിന് ശേഷവും അനുനിമിഷം CPIM പറയുന്ന പച്ചക്കള്ളങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അവർ നുണയുടെ വിഷം കലർത്തി റദ്ദാക്കാൻ ശ്രമിക്കുന്നു. അതും നമുക്ക് ശ്രമിക്കാം. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് വയ്ക്കാം. അതുകൊണ്ടാണ് കൈരളി ചാനലിലോ ജനം TV-യിലോ പോയി രമേശ് ചെന്നിത്തലയോ V.D. സതീശനോ അഭിമുഖം കൊടുത്താൽ തെറ്റില്ലാത്തത്. കാരണം അവരും മാധ്യമ പ്രവർത്തനം നടത്തുന്നതാണ്. അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറയുന്നു എന്നതുകൊണ്ട് ആ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നവർ അവരോട് നിസ്സഹകരിക്കേണ്ടതില്ല. കാരണം എല്ലാ രാഷ്ട്രീയക്കാരുടെയും ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. പക്ഷെ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല. റിപ്പോർട്ടർ ചാനലിൻ്റെ രാഷ്ട്രീയമോ മതമോ അല്ല എതിർക്കേണ്ടത്. നേരെ മറിച്ച് അവർ വച്ചു പുലർത്തുന്ന തിന്മയ്ക്കെതിരെയാണ്. അവർ തട്ടിപ്പുകാരാണ്. അടിമുടി തട്ടിപ്പിലൂടെ ജീവിക്കുന്നവരാണ്. ചാനൽ തന്നെ തട്ടിപ്പിന് വേണ്ടി അവർ സംഘടിപ്പിച്ചതാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പാവപ്പെട്ട മനുഷ്യരെ കള്ളക്കേസിൽ കൊടുക്കുന്നത് അവർക്ക് വിനോദമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും വ്യാജ പോക്സോ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ നിരവധി തവണ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. UDF MLA ആയ മഞ്ഞളാംകുഴി അലി അടക്കമുള്ളവരെ വഞ്ചിച്ചതിന് പേരിൽ വിവിധ കോടതികളിൽ കേസുണ്ട്. മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരള സർക്കാരിനെ തന്നെ അവർ കബളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം ദുരൂഹമാണ്. കേരള സർക്കാർ ഈ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ചെന്നിത്തല അവരുമായി ഏതെങ്കിലും തരത്തിൽ ചെങ്ങാത്തം കൂടുന്നത് നീതി അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും ഈ കെണിയിൽ വീണു പോകരുതായിരുന്നു. റിപ്പോർട്ടർ ചാനൽ വരുമ്പോൾ നോ പറയാനുള്ള ധൈര്യം ചെന്നിത്തല കാണിക്കണമായിരുന്നു. റിപ്പോർട്ടർ ചാനലിലേക്ക് ചർച്ചയ്ക്ക് കോൺഗ്രസ് പ്രതിനിധികളെ അയക്കുന്നത് പോലും അങ്ങേയറ്റം ഹീനകരമാണ്. റിപ്പോർട്ടർ കോൺഗ്രസിനെ പൂർണ്ണമായും നുണയിൽ പൊതിഞ്ഞില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനോട് സഹകരിക്കാൻ പാടില്ല. റിപ്പോർട്ടർ സത്യം പറയുമ്പോൾ നിസ്സഹകരിക്കുന്നത് ശരിയല്ല. പക്ഷെ കോൺഗ്രസിനെ തകർക്കാൻ നുണ പറയുമ്പോൾ സഹകരിക്കരുത്. ഈ കേരളീയ സമൂഹത്തെ തന്നെ തകർക്കാൻ അവർ അഴിമതി നടത്തുമ്പോൾ, കൊള്ള നടത്തുമ്പോൾ അവരുടെ ആഭ്യന്തരമന്ത്രി സന്ധി ചെയ്യുന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന നടപടിയല്ല. അങ്ങേയറ്റം ഖേദകരമായി പോയി. ചെന്നിത്തലയുടെ നടപടി എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. എല്ലാവരെയും സുഖിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന പഴയ രാഷ്ട്രീയം അവസാനിച്ചു എന്ന് V.D. സതീശനെങ്കിലും നോക്കി ദയവായി രമേശ് ചെന്നിത്തല മനസ്സിലാക്കുക. കോൺഗ്രസിന് വേണ്ടി സൈബർ യുദ്ധം നടത്തുന്ന
റനീഷ് തുരുത്തിക്കാടൻ ഇങ്ങനെ എഴുതി: സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മി ചാനലിനും അന്തം കമ്മിയായ മാപ്രയ്ക്കും എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ കൊടുക്കുന്നത് പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇനിയെങ്കിലും ഒഴിവാക്കിക്കൂടെ? കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്രിമിനലിന്റെ ബിസിനസ് സ്ഥാപനത്തിന് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ പിന്തുണ നൽകുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക സമീപകാലത്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വൈറലായി. ഒട്ടുമിക്ക ചാനലുകളും അവരെ സമീപിക്കുകയും അവരുടെ ബൈറ്റ് എടുക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ചാനൽ അവരുടെ അഭിമുഖം ചോദിച്ചു. അവരോട് ആ പ്രവർത്തക പറഞ്ഞത്, എൻ്റെ പാർട്ടിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ കൊടുക്കുകയും ഞങ്ങൾ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ചാനലിന് ബൈറ്റ് തരാൻ എനിക്ക് സൗകര്യമില്ല എന്നാണ്. പല സാധാരണക്കാരും ലൈം ലൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ചാനലുകളിൽ അവർക്ക് സ്പേസ് കിട്ടുക എന്നത് തന്നെ സ്വപ്നമായിരിക്കും. അപ്പോഴാണ് ഒരു സാധാരണ പ്രവർത്തക ഒരു ചാനലിനെ ഒരു മടിയും കൂടാതെ തള്ളിക്കളഞ്ഞത്. കാരണം അവർക്കറിയാം ശൂന്യതയിൽ നിന്നും വ്യാജ വാർത്തയുണ്ടാക്കി കോൺഗ്രസിനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്ന CPM ചാനലാണ് ട്രീ കട്ടർ എന്ന്. അവരൊക്കെ കാണിക്കുന്ന ഔചിത്യവും ആത്മാർത്ഥതയും നേതാക്കളിൽ പലർക്കും ലവലേശമില്ല എന്നറിയുമ്പോഴാണ് ഇവർക്കൊക്കെ വേണ്ടി യുദ്ധം നടത്തുന്ന നമ്മുടെയൊക്കെ അവസ്ഥ ഓർത്ത് സ്വയം സങ്കടം തോന്നുന്നത്. എന്തായാലും ചെന്നിത്തല കുടുംബ യൂണിറ്റിന് അഭിവാദ്യങ്ങൾ. ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ഇനിയെങ്കിലും റിപ്പോർട്ടർ ചാനലുമായുള്ള എല്ലാ സഹകരണവും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായി മാറും. ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല ഈ റിപ്പോർട്ടർ സ്നേഹം. എക്സൈസ് മന്ത്രി M. ലിജുവിൻ്റെ ഓഫീസിലെ PR വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ഹരി എന്നു പേരുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറെയാണ്. M. ലിജു KPCC ജനറൽ സെക്രട്ടറിയായി ഓഫീസ് ചുമതലയിൽ പണിയെടുത്തിരുന്ന കാലത്ത് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണം എന്നൊരു ആഹ്വാനം ഉണ്ടായിരുന്നു. ഈ സമയത്ത് കോൺഗ്രസിന്റെ സൈബർ ഇടത്തിൽ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കാൻ നീക്കം നടന്നപ്പോൾ KPCC പ്രസിഡന്റ് K. സുധാകരൻ അതിന് അനുമതി കൊടുക്കുകയും ഒരു കത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ കത്ത് റിലീസ് ചെയ്യാൻ അന്ന് ഓഫീസ് ചുമതല ഉണ്ടായിരുന്ന M. ലിജു തയ്യാറായില്ല. അന്ന് കോൺഗ്രസ് സൈബർ എടുത്ത നേതാക്കളൊക്കെ ലിജുവിനെ വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. അതിൻ്റെ വാശി തീർക്കാനാവാം ലിജു ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്നും ഒരാളെ തൻ്റെ PR ടീമിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് സൈബർ ഇടത്തിലുള്ളവരുടെ ആരോപണം. അന്ന് കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടത്തിൽ പണിയെടുത്ത എല്ലാവരും ഇപ്പോഴും പുറത്ത് വെയിൽ കൊള്ളുകയാണ്. 10 വർഷത്തെ പിണറായി ഭരണകാലത്ത് കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ആട്ടും തുപ്പും കൊണ്ടവരൊക്കെ ഇപ്പോഴും വഴിയാധാരമായി നടക്കുമ്പോൾ പിണറായിയെ സ്തുതിച്ചു നടന്ന റിപ്പോർട്ടർ ചാനലിലെ ആളുകളെ പോലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ PR വർക്ക് ചെയ്യുന്നു. സന്ദീപ് വാഴക്കാടൻ ഇങ്ങനെ എഴുതി: ശമ്പളം പോലും കിട്ടാതിരുന്ന കാലത്തും പാർട്ടി സ്നേഹം കൊണ്ട് ജയ്ഹിന്ദ് ചാനലിന് വേണ്ടി ക്യാമറ തൂക്കി നടന്നവനാണ് കണ്ണൂരിലെ മനീഷ് കൊറ്റാളി. വെറും മാധ്യമപ്രവർത്തകനായിരുന്നില്ല കൊറ്റാളി. കണ്ണൂരിലെ എല്ലാ പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത് പോലീസിൻ്റെ തല്ലുവാങ്ങിയവൻ. DCC ഓഫീസിൽ കല്ലെറിയാൻ വന്ന എതിർ പാർട്ടിക്കാരെ ചെറുത്തുനിന്ന് പാർട്ടി ഓഫീസിൽ സംരക്ഷണം ഒരുക്കുന്നവൻ. പാർട്ടി സ്നേഹം കൊണ്ട് ഇത്തിരി ആവേശം കൂടുതലാണെന്നല്ലാതെ മറ്റു കുറ്റങ്ങൾ ഒന്നുമില്ലാത്ത പത്തരമാറ്റ് കോൺഗ്രസ്സുകാരൻ. ഇങ്ങനത്തെ 100-ലേറെ കൊറ്റാളിമാരുണ്ട് വീക്ഷണത്തിലും ജയ്ഹിന്ദിലും KPCC ഓഫീസിലുമായി. പാർട്ടി അധികാരത്തിലില്ലാത്ത കാലത്തും ശമ്പളം പോലും ഉറപ്പില്ലാഞ്ഞിട്ടും പാർട്ടി സ്നേഹം കൊണ്ട് ജീവിതത്തിൻ്റെ നല്ല കാലം നശിപ്പിച്ചവർ. ഇവരിൽ ഒരാൾ പോലും പേഴ്സണൽ സ്റ്റാഫിലേക്ക് കോൺഗ്രസിൻ്റെ മന്ത്രിമാർ പരിഗണിച്ച് കണ്ടില്ല എന്നത് എത്രത്തോളം നിരാശാജനകമാണ്. ഇവരെ നിങ്ങൾ എടുക്കേണ്ട ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മീഡിയ സെക്രട്ടറിയുമായി പകരം നിങ്ങൾ എടുത്തവരുടെ ലിസ്റ്റ് കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ മുഴുവൻ ഉപദ്രവിച്ച റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാർ, മറ്റ് ചാനലിലിരുന്ന് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അധിക്ഷേപിച്ചവർ. നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ മന്ത്രിസാരന്മാരെ? ഇത് കാണുന്ന പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്ന, ശമ്പളം പോലും കിട്ടാതെ അധിക്ഷേപം സഹിച്ചവരുടെ മാനസികാവസ്ഥ. ഇത് സത്യമാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും AKG സെന്ററിനെയും കേന്ദ്രമാക്കി PR വർക്ക് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് UDFന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. അവരിൽ ഒരാളാണ് കരുനാഗപ്പള്ളിക്കാരനായ ഷാനവാസ് താഹ. ഷാനവാസ് അടക്കമുള്ളവർക്ക് ഈ സർക്കാർ ഒരു പദവിയും കൊടുത്തിട്ടില്ല. അന്ന് ഷാനവാസ് തെറി വിളിച്ച CPMകാരൊക്കെ ഇപ്പോൾ ഷാനവാസിനെ പോലുള്ളവരെ നോക്കി പരിഹസിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഏത് കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചാണ് നീറാതിരിക്കുന്നത്?